സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പല വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ആഴ്ചയിൽ രണ്ടും മൂന്നൊക്കെ വീഡിയോകൾ ഇടുന്നുണ്ട്. ധാരാളം ആളുകൾ കാണുന്നുണ്ട്. കാണുന്നവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ധാരാളം ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടെ. ഒത്തിരി ആളുകൾ ലളിതമായ ഈ മാർഗങ്ങൾ പരിചയിക്കട്ടെ. അവരുടെ വീടുകളിൽ അവരത് പ്രാവർത്തികമാക്കട്ടെ. ഇന്നത്തെ എൻ്റെ വിഷയം ചൂടുപനി, ചിക്കൻ പോക്സ്. ഏറെ ചൂടേറിയ ഒരു സമയമാണല്ലോ ഇത്. ചിലപ്പോൾ പക്ഷേ ചിലർക്ക് മഴക്കാലത്തും വരാട്ടോ, ചൂടുകാലത്ത് മാത്രമല്ല. ഇപ്പം ചൂടുപനി വരാനുള്ള കാരണങ്ങളും ലളിതമായി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളുമാണ് ഇന്നത്തെ നല്ല ചിന്തകൾ. വെരിസെല്ല സോസ്റ്റസ് എന്ന വൈറസാണ് ഇത് പരത്തുന്നത്. പരത്താനുള്ള കാരണം നമ്മുടെ നേരിട്ടുള്ള കോണ്ടാക്റ്റുകൾ, അടുത്ത് നിന്നിട്ടുള്ള ചുമ, തുമ്മൽ ഒക്കെ ഇതിന് കാരണങ്ങളാണ്. ഇതെല്ലാം ശ്രദ്ധാപൂർവം നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന ഒരു തിരിച്ചറിവ് കൂടെ നമുക്ക് ഈ വേള ഉണ്ടാകണം. ഇനി ചൂടുപനി ദേഹത്താകെ 2-3 ടൈപ്പുണ്ട്. വസൂരി, ചൂടുപനി, ചിക്കൻ പോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങളുണ്ട്. 5-ാം പനി എന്നൊക്കെ പറഞ്ഞിട്ട്. 5-ാം പനി എന്നൊക്കെ പറയുന്നത് മണൽ പോലെ തരുതരാന്ന് പൊന്തും, നന്നായി പനിക്കും, 5 ദിവസം ശക്തിയോടുകൂടി പനിക്കും. അതാണ് 5-ാം പനി. ചൂടുപനി ആദ്യം തന്നെ മെല്ലെ മെല്ലെ അവിടെ വൻപയറിൻ്റെ വലുപ്പത്തിൽ പൊന്താനും അത് പഴുക്കാനും ഒക്കെ തുടങ്ങും. അതോടുകൂടി ശരീരം ശക്തമായി പനിക്കും. ഈ സമയം ആർക്കും പകരില്ല. മറിച്ച് 6-7 ദിവസം കഴിഞ്ഞ് നമ്മൾ കുളിയെല്ലാം കഴിയുമ്പോഴാണ് അടുത്ത ആളുകളിലേക്ക് പകരാനുള്ള സാധ്യതകൾ. അപ്പോൾ നമ്മളത് ശ്രദ്ധാപൂർവം കാണണം. അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. എനിക്കറിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിന് ചൂടുപനി വന്നപ്പോൾ അദ്ദേഹം ഒരു കോൺട്രാക്ടർ എന്ന നിലയിൽ എല്ലാ ദിവസവും സൈറ്റിൽ എത്തണമല്ലോ എന്നോർത്ത് വേഗത്തിൽ മാറ്റിയെടുക്കാമെന്ന് കരുതി ഡെയിലി 3 നേരവും പാരസെറ്റാമോളം കഴിച്ചു. അത് ഉള്ളിലേക്ക് ഒതുങ്ങി മരണം സംഭവിച്ചു. അത്ര അധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് ഒതുക്കരുത്. പലരും ഹോമിയോ മരുന്ന് കൊടുക്കാറുണ്ട്, അലോപ്പതി ഡോക്ടർമാരെ കാണിക്കാറുണ്ട്, ആയുർവേദത്തിലെ ഡോക്ടർമാരെ കാണിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ആയുർവേദത്തിൽ ഏറ്റവും നല്ല ലളിതമായ ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഈ ചൂടുപനിയിലേക്ക് അഥവാ ചിക്കൻ പോക്സിലേക്ക് പങ്കുവയ്ക്കുക. നല്ല ഇളം കരിക്ക് എന്ന് പറഞ്ഞാൽ അടിയിൽ ഉൾഭാഗത്ത് ലയ രൂപത്തിലുള്ള കരിക്ക്, തേങ്ങയായ കരിക്കല്ല. തേങ്ങയായ കരിക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഏറ്റവും ഇളയ കരിക്കിനകത്ത് മോൾഭാഗം ചെത്തി നല്ല അവിലിട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ അവിൽ ഈ വെള്ളം എല്ലാം കുടിക്കും. എന്നിട്ട് ആ അവിലും ആ ലയരൂപത്തിലുള്ള കരിക്കും ആ വെള്ളവും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിക്കാൻ കൊടുക്കുക. പറ്റുമെങ്കിൽ ദിവസം 2-3 നേരം. അത് തണുപ്പിക്കാൻ നല്ലതാണ്. വയറിനെ തണുപ്പിക്കാനായിട്ട് നല്ലതാണ്. ശരീരത്തിൻ്റെ ആ ആധിക്യമുള്ള ചൂടിനെ കുറയ്ക്കാനായിട്ട് അത് വളരെ നല്ലതാണ്. മറ്റിറച്ചിയോ മീനോ എണ്ണമയങ്ങളോ കൊഴുപ്പ് മെഴുക്ക് ഒന്നും കൊടുക്കരുത്. പരമാവധി ചോറ് പോലും കൊടുക്കരുതെന്നാണ് ഞാൻ പറയുക. നല്ല നെല്ലുകുത്തിരി ഉണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞിയായിട്ട് കൊടുക്കാം. പരമാവധി വറുത്തത് ഒന്നും കൊടുക്കരുത്. പ്രത്യേകിച്ച് മത്സ്യ മാംസാദികളൊന്നും കൊടുക്കരുത്. അമിതമായിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ ബെഡിൽ വിരിച്ച് ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വിരിച്ച് കിടക്കാം, നല്ലത്. ഒരു 7 ദിവസം ആകുമ്പോൾ, ചൂടുപനി 7 ദിവസം ആകുമ്പോൾ, അതുവരെ കുളിക്കരുത്. 7 ദിവസം ആകുമ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടെ ചതച്ചിട്ടിട്ട് നന്നായിട്ട് ഇളം ചൂടിൽ വെള്ളം കൊണ്ട് കുളിക്കുക. പറ്റുമെങ്കിൽ 2 നേരം കുളിക്കുക. മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് പകരുക എന്ന ചിന്ത നമ്മൾ ഓർക്കുക. അപ്പോൾ ആണ് ആരുടെയും കോണ്ടാക്റ്റുകളോ ആരുടെയും സാമീപ്യങ്ങളോ ഒന്നും പാടില്ലാത്തത്. എന്നാൽ ചിലർക്ക് ഈ സമയത്തും തുടക്ക സമയത്തും ഒക്കെ അടുത്തുണ്ടെങ്കിലും തൊട്ടാലും പിടിച്ചാലും ഒന്നും ആർക്കും പകരാത്ത ആളുകളുമുണ്ട്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്.
അവരതിനെയൊക്കെ ചെറുക്കാനുള്ള കഴിവുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ, ഇപ്പം ഒരു ആൾക്ക് വന്ന് വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ, വന്ന ഉടനെ തന്നെ എല്ലാ ദിവസവും ആര്യവേപ്പിൻ്റെ ഇലയും പച്ചമഞ്ഞളും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് എല്ലാവരെയും ഇളം ചൂടിൽ കുളിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവർക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആകും. അതൊരു നല്ല പ്രതിരോധ ശക്തി രൂപപ്പെടുത്താനുള്ള വഴി കൂടിയാണ്. അപ്പോൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും ഇട്ട് കുളിക്കുന്നത് നല്ലത്, തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലത്. അതോടൊപ്പം തന്നെ ആര്യവേപ്പിൻ്റെ ഇലയും ഒരു കഷ്ണം മഞ്ഞളും ഇച്ചിരി മാത്രം എടുത്ത്, ഒരുപാട് വേണ്ട, ഒരു ആര്യവേപ്പിലയും, ആര്യവേപ്പിനെന്ന് പറഞ്ഞാൽ ഒരു തണ്ടിലെ 11 ഇല, ഈ ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞളും കൂടി അരച്ച് ഇത്തിരി തൈരിലൊക്കെ രാത്രിയിൽ ബാക്കിയുള്ളവർ കഴിക്കുന്നത് നല്ല. എല്ലാ ദിവസവും വേണ്ട, ഒരു 5 ദിവസം അടുപ്പിച്ച്. ഇതൊക്കെ നമുക്ക് വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഈ പ്രതിരോധ ശേഷി കിട്ടാൻ ആര്യവേപ്പില കുറച്ചുകൂടെ നല്ലതാണ്. എന്നാൽ ആര്യവേപ്പിൻ്റെ മരം ശുദ്ധിയുള്ളതാണ്. സ്ത്രീകൾ മാസമുറയുള്ളപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എടുക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ആര്യവേപ്പിൽ നിന്ന് ആ ഇല പറിച്ചെടുത്താൽ ആര്യവേപ്പ് ഉണങ്ങിപ്പോകും. അത്ര ശുദ്ധിയുള്ള ഒന്നാണ് ആര്യവേപ്പ്. ബ്രഹ്മിയും അതെ. ബ്രഹ്മി ഈ സമയത്ത് അത് പ്രോസസ്സ് ചെയ്യാൻ ഇടുകയോ പറിക്കുകയോ ഒരുക്കുകയോ ചെയ്യുന്നത് ആ പ്രോസസ്സിങ് ഭരണിയിൽ വെച്ച് പുഴുവായി മാറും. പുഴുക്കൾ ധാരാളം നിറയും. ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ആര്യവേപ്പിൻ്റെ ഇല എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ശുദ്ധിയോടുകൂടി എടുക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഈ ചൂടുപനിയെ നമുക്ക് തടയിടാൻ പറ്റും. വലിയ കഠിനമാകാതെ ഈ മരുന്നുകൊണ്ട് തന്നെ മാറും. അതോടൊപ്പം തന്നെ പനിക്കൂർക്കേൻ്റെ ഇലയും തുളസിയും കൂടെ ഇലയും ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. കുടിവെള്ളമാക്കി മാറ്റുന്നതും നല്ലതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഈ ചൂടുപനിയെ വരുമ്പോൾ തന്നെ അതിനെ തടയിടാനായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു, വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസാണ് ഇത് പരത്തുന്നത്. രക്തദൂഷ്യം കൊണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കയറാം. തൊലിപ്പുറമേ ഉണ്ടാകുന്ന ദൂഷ്യം കൊണ്ടും നമുക്ക് ഇത് വന്ന് കയറാം. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. രക്തശുദ്ധീകരണവും വളരെ പര്യാപ്തമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു, വയറിനെ ശുദ്ധീകരിക്കണം എന്ന്. വയറിൻ്റെ ശുദ്ധി വളരെ പ്രധാനം. അതുപോലെ തന്നെ രക്തശുദ്ധിയും വളരെ പ്രധാനം. വയറിൻ്റെ ശുദ്ധിയും രക്തശുദ്ധിയും പ്രതിരോധ ശേഷിയും ഉണ്ടെങ്കിൽ പരമാവധി ഒരു രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇന്നതല്ല, ഇന്ന് നമുക്ക് രക്തദൂഷ്യമുണ്ട്, വയറിൻ്റെ ശുദ്ധി കുറവാണ്, പ്രതിരോധ ശേഷി കുറവാണ്. കാരണം നാം കഴിക്കുന്നത് കുഴിമന്തി പോലെയുള്ള സാധനങ്ങളാണ്. ഹോട്ടലിലെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ മാത്രം തേടിയുള്ള യുവതിയുവാക്കളുടെ യാത്ര അതികഠിനമാണ്. ധാരാളം ആളുകൾ അങ്ങനെ കഴിക്കാറുമുണ്ട്. നമ്മളുടെ സമയം തെറ്റിയുള്ള ആഹാരങ്ങൾ, മാംസ്യ ആഹാരങ്ങളുടെ അമിത ഉപയോഗം എല്ലാം നമ്മുടെ രക്തദൂഷ്യത്തിലേക്ക് കടന്നു വരാം. വയറിനെ ശുദ്ധി വരുത്തുക, രക്തത്തെ ശുദ്ധി വരുത്തുക. രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് ദിവസവും കഴിക്കുന്നത് ശരീരത്തെ കൊഴുപ്പിനെ അകറ്റാനായിട്ട്, രക്തശുദ്ധീകരണത്തിനൊക്കെ വളരെ നല്ലതാണ്. കക്കിരി, അതിൻ്റെ ഉപയോഗവും ഈ രക്തദൂഷ്യത്തെയും അകറ്റാനും രക്തശുദ്ധിയെ വരുത്താനും ഒക്കെ സഹായിക്കും. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൂടെയൊക്കെ ചെറിയ വീഡിയോകളിലായിട്ട്, ചെറിയ ഷോർട്ട് വീഡിയോകളിലായിട്ട് ഒക്കെ നല്ല ചിന്തകളും നല്ല അറിവുകളുമാണ് പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒത്തിരി പേർക്ക് സ്വീകാര്യമാകുന്നുണ്ട്. ഒത്തിരി പേർ നന്ദിയോടെ അവരുടെ റിവ്യൂ അറിയിക്കുന്നുണ്ട്. നിങ്ങളും കാണുകയും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ധാരാളം ആളുകളിലേക്ക് എത്തട്ടെ. അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ. ഒരു ചൂടുപനി വരുമ്പോൾ തന്നെ വീട്ടിലാകെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളുണ്ട്. അപ്പം അവർക്കൊരു മുന്നറിവായിട്ട് നാം കാണാം. ഒന്ന്, ചൂടുപനിയും അഥവാ ചൂടുപനി ചിക്കൻ ബോക്സ് വരാതിരിക്കാൻ വേണ്ടി രക്തശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. വയറിനെ ശുദ്ധീകരിച്ചുള്ള ശുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെയൊക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും വരാതിരിക്കാനുള്ള നല്ല അതൊരു അറിവുകളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക.
ആ ഒരു കാര്യം നിങ്ങൾ ബോധപൂർവം മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ശുദ്ധി വരുത്തേണ്ട ക്രമങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചൂടുപനി അഥവാ ചിക്കൻ പോക്സിൽ നിന്നൊക്കെ മോചനം നേടാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ച രീതികൾ അഥവാ കരിക്കിനകത്ത് ഇളം കരിക്ക്, തേങ്ങയായ കരിക്ക് ആവരുത്, അത് ദിവസവും 2-3 വെച്ച് കൊടുക്കാൻ പറ്റിയാൽ ചൂടുപനിയെ വേഗത്തിൽ നമുക്ക് തടയിടാനും അത് വലിയ സങ്കീർണമാകാതിരിക്കാനും കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദോഷങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും. ഒത്തിരി അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്ന നല്ല ചിന്തകൾ, നല്ല അറിവുകൾ ധാരാളം പേരുകളിൽ അത് ഫലം കണ്ടതുകൊണ്ടാണ്, ഫലപ്രദമായതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് ശ്രദ്ധയോടെ കേൾക്കുകയും ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവർക്ക് വരുമ്പോഴും അത് പങ്കുവെക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.